ഹരിവരാസനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അമൃത വാർത്തകളോട് മനസ്സ് തുറന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്. ഈ മണ്ഡലകാലത്ത് ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നും കണ്ഠരര് രാജീവര് പറഞ്ഞു. ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെയാണ് ശബരിമലയിൽ ഒരു ദിവസത്തെ പൂജകൾക്ക് സമാപനമാകുന്നത്. ഹരിഹരസുതനെ ഹരിവരാസനം പാടി ഉറക്കുകയാണെന്ന ഐതിഹ്യവുമുണ്ട്. എന്നാൽ ഇത് താരാട്ടുപാട്ടല്ല എന്നും ഹരിവരാസനം ഒരു നല്ല കീർത്തനം മാത്രമാണെന്നും തന്ത്രി കണ്ഠരര് രാജീവര് അമൃത വാർത്തകളോട് പറഞ്ഞു. അകത്ത് പാട്ട് പാടുന്നുണ്ട്, താരാട്ട് പാട്ടൊന്നുമല്ല, അത് ഒരു നല്ല കീർത്തനമാണ്. യേശുദാസ് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ശബ്ദത്തിൽ പാടുന്നുണ്ട്. അത് രാത്രിയിൽ വെക്കാറുണ്ട്, നട അടയ്ക്കുമ്പോഴേ. രണ്ടുമുണ്ട്. മണ്ഡലകാലം നന്നായി പുരോഗമിക്കുകയാണ് എന്നും ഭക്തർക്ക് സുഗമമായി അയ്യനെ കണ്ട് തൊഴുതു മടങ്ങുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ശബരിമലയിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ ഇടപെടലാണ് നടത്തുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലും പ്രത്യേകം അഭിനന്ദനാർഹമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെൻറ് നല്ല സഹകരണം, എല്ലാ മിഷനറീസും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു കോർഡിനേഷൻ ഇത്തവണയുണ്ട്. അത് കാരണം എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. കൂടാതെ ഈ കോടതിയുടെ നിരീക്ഷണം വളരെ ശക്തമാണ്. ബഹുമാനപ്പെട്ട കോടതി എല്ലാ കാര്യത്തിലും നല്ല വിജിലൻ്റായിട്ട് നോക്കുന്നുണ്ട്. അത് കാരണം കുറച്ചുകൂടെ ശുഷ്കാന്തിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഭക്തജന തിരക്കാണ് ഇത്തവണ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തത്സമയ ബുക്കിങ്ങിലൂടെ 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഒരു ദിവസം മാത്രം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, സന്നിധാനം.